ഡീസന്റ് ക്ലീൻ പക്ക ായിരുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് കരഞ്ഞായിരുന്നു കേട്ടോ. ഡീസന്റ് ക്രൈം ത്രില്ലർ. ഞെട്ടി അതിഭയങ്കരവോ ഗംഭീരമൊന്നുമല്ല, പക്ഷെ ഡീസന്റ് ക്ലീൻ പക്ക. അങ്ങനെ കുറെ നാളെ എന്ന് പറയാൻ പറ്റത്തില്ല. ഡയറക്ഷൻ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ നല്ല അടിപൊളി ഡയറക്ഷൻ, നല്ല വൃത്തിയുള്ള ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേയും കൊള്ളാം. ഈ മുതുമുറ്റൊന്നും അതിഗംഭീരമൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളെ മടുപ്പില്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു പക്ക ഡീസന്റ്. തീർച്ചയായിട്ടും ത്രില്ലിങ് നല്ല സാധനമാണ്. വലിയ ഇപ്പോഴത്തെ ഈ ക്രൈം ത്രില്ലർ പോലെ അതിഭയങ്കരമായ BGM കയറ്റി ബഹളവും സംഭവങ്ങളൊന്നും അല്ല. എല്ലാം നല്ല കൂൾ സെറ്റ് സാധനം. അതൊക്കെ നല്ലൊരു ട്വിസ്റ്റാണ് സംഭവം. നമുക്ക് തൃപ്തിയാവും, കണ്ടിറങ്ങുമ്പോഴും പ്രേക്ഷകർക്ക് ഒരു തൃപ്തിയാവും സാധനം. എല്ലാവരും അതിനകത്ത് അഭിനയിക്കുന്ന ഓരോ അഭിനേതാക്കളും അല്ല എല്ലാവരും നല്ല ഡീസന്റ് പെർഫോമൻസ് ആണ്. അത് വിനയന്റെ മകൻ വിഷ്ണു വിനയ് പക്ക മലയാള സിനിമയ്ക്ക് ഒരു നല്ലൊരു യുവ സംവിധാനം നമുക്ക് ഉറപ്പിക്കാം. അതെ, നടനായിരുന്നു, പക്ഷെ പുള്ളിക്ക് ഡയറക്ഷൻ തന്നെയാണ് ബെസ്റ്റ്. ഇതൊന്ന് മനസ്സിലാക്കാം. എല്ലാ രീതിയും നല്ലൊരു പടമാണ്. ഫസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ടത്. മേക്കിംഗ് വൈസ് അല്ല, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് നല്ല ഒരു ഒക്കെ ഒരു ഇത് തന്നെയാണ്. പറയാം നൈസ് ആണ്. കാരണം നമ്മള് ഇരുത്തിക്കാൻ നമുക്ക് എന്താണെന്നുള്ളൊരു കുഴപ്പമില്ല. കുഴപ്പമില്ല, നല്ല ഇതാണ്. മ്യൂസിക് നല്ല കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു അമ്മയെ മകനായിട്ടുള്ളൊരു ടച്ച് നമുക്ക് സെന്റിമെന്റ് കണ്ടിട്ടായിരുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് കരഞ്ഞായിരുന്നു കേട്ടോ. നല്ലൊരു പടമാണ്. എല്ലാവരും ഫാമിലി എല്ലാവരും മസ്റ്റ് ആയിട്ട് കാണേണ്ട പടമാണ്. ആണ് അതെ, മികച്ച ഒരു ഇതാണ്. മലയാളം സിനിമ വരുന്നു. നല്ല പുള്ളി നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് കൊള്ളാം. 10 out of 10 നമ്പർ ഞാൻ കൊടുക്കും. അത്ര കിട്ടില്ലാണ്. ഞാൻ എന്തായാലും അമ്മയായിട്ട് വരാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകും. ഓക്കെ.